ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബ്ലൂസ് വേഡിയിലേക്ക് സ്വാഗതം. അപ്പം ഞാനേ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചെമ്മീൻ ബിരിയാണി ആട്ടോ. ചെമ്മീൻ കിട്ടി, കുറച്ച് വലിപ്പമുള്ള ചെമ്മീൻ കിട്ടിയപ്പോൾ അത് വെച്ചിട്ടൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ആട്ടോ. കണ്ടു നോക്ക്, കണ്ടിട്ട് അഭിപ്രായം പറയും. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, നിങ്ങൾ ഇതാ ചെമ്മീൻ ഞാൻ നന്നായി കായം തേച്ച് വെച്ചിട്ടുണ്ട്. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര ഇട്ടിട്ടുള്ളൂ. ഇതൊന്ന് വറുത്തെടുക്കണം. ഞാൻ ഒരു അരമണിക്കൂറോളം ആയിരിക്കണം ഇത് കായം തേച്ച് വെച്ചിട്ട്. പിന്നെ വേണ്ടത് പുതിന, മല്ലിച്ചപ്പ്, നമ്മുടെ സവാള ഞാൻ പൊടിയായിട്ട് നമ്മുടെ ഇതിലായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് പെട്ടെന്ന് ഇതാക്കാം, നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക, അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ എടുക്കുക. ഇത് ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങനെ റെഡിയാക്കിയതാണ്. അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, പിന്നെ ഇഞ്ചി, ഗാർലിക്ക്, ചില്ലി, ഇത്തിരി സാധനങ്ങൾ ഞാൻ ഇവിടെ ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തിട്ട് നന്നായി ഫൈനായി ചോപ്പ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ മസാലപ്പൊടികൾ, മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് 1/2 ടീസ്പൂൺ ഉള്ളൂ, അത് 1/4, പിന്നെ ഇത് 1/2 അങ്ങനെ എടുത്തിട്ട് മല്ലിപ്പൊടി. പിന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി മസാല ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്, ഗരം മസാലപ്പൊടി ഉണ്ടാക്കിയാണ്, കുരുമുളക്, നമ്മുടെ പെരുംജീരകം അങ്ങനെയൊക്കെ ചേർത്തിട്ട് ഗരം മസാലപ്പൊടി ഉണ്ടാക്കില്ല, അങ്ങനത്തെ ഗരം മസാലപ്പൊടിയാണ് ഇത് കേട്ടോ. പട്ട അങ്ങനെയൊക്കെ എടുത്തുള്ള നമ്മുടെ ഗരം മസാലപ്പൊടി ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ചെറിയൊരു സ്പൂണിലാണ് എടുത്തിട്ടുണ്ട്. ഇത്രയും പൊടികളാണ് നമുക്ക് ആവശ്യമുള്ളത്. നിങ്ങൾക്ക് പൊടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാട്ടത്. ഇതും നമ്മുടെ ഈസ്റ്റൻ്റെ ചിക്കൻ ബിരിയാണി മസാലയാണ്, അതും കിട്ടും, ചെമ്മീൻ്റെയും കിട്ടും തോന്നണം. അപ്പോൾ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചോളൂ. പിന്നെ വേണ്ടത് തൈരാണ്. അപ്പോൾ ഞാൻ ഒരിത്തിരി തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. റൈസിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ നമ്മൾ നെയ്യിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് കിസ്മിസും കാജു എടുത്ത് വെച്ചിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനം. റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അവിടെ ഞാൻ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇതൊരു പാത്രം വെച്ചിട്ടുണ്ട്, നല്ല ചൂടായി. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചെമ്മീൻ വറുക്കാൻ വേണ്ടി പോകും. ചെമ്മീനെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീനൊക്കെ അങ്ങനെ ചുരുണ്ട് കൂടി വന്നിട്ടുണ്ട്, ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. 10 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായി പോകും. പിന്നെ ഒരു സെക്ഷൻ ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്, ഞാൻ രണ്ടാമത്തെ സെക്ഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. സവാള ഞാൻ വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇടണം. പൊടികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകാം. ഇതിൽ ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉപ്പും ചേർക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ചെമ്മീനിലൊക്കെ ഉപ്പിട്ടിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കണം, അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർക്കാം കേട്ടോ. എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതിലേക്ക് ചേർക്കാം. മസാലയും ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മളെടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ പോവാം. എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചിട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ്, പുതിന ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ്റെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഒരു പാത്രം വെച്ച് അതിൽ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇട്ട് വഴറ്റി എടുത്ത്, പിന്നെ ഇതിൽ ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇട്ടിട്ട് വഴറ്റി അതിൽ
അരി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് വറ്റിച്ച് എടുത്ത് ഞാൻ എന്നിട്ട് അരി നമ്മുടെ റൈസ് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ദമ്മിടാൻ വേണ്ടി പോവുകയാണ്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുത്ത് അതിൽ നമ്മൾ എടുത്ത് വെച്ച മസാല ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ ലെയറായിട്ട് ഞാനിവിടെ ദമ്മിടാൻ വേണ്ടി പോവുകയാണ്. ദമ്മിട്ടിട്ട് എപ്പോഴാണ് ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ തുറന്നാൽ മതി കേട്ടോ. നമ്മുടെ ദമ്മ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി സലാഡും നല്ല ഡയറ്റ്സ് പിക്കിളുമാണ് ഞാനിതിന് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലവ് യു.